ഹായ്, മേഘ ഫാഷൻസ് ഇടുക്കി കഞ്ഞിക്കുഴി. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റെഡി ടു വെയർ ആണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെയാണ്, വേറെ ഡിസൈൻസിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 സൈസ് ഡിസൈൻസും 4 സൈസാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. ഷോൾ ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ. 3 പീസ് സെറ്റാണ്, ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതാ ഇത്രയും നമ്മളൊരു 50 പീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു റെഡി ടു വെയറിന്റെ ചുരിദാർ സെറ്റിന് ഭയങ്കര എൻക്വയറി ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് താമസമാണല്ലേ. നമുക്ക് കറക്റ്റ് സമയത്തൊന്നും അത് കിട്ടില്ല. അപ്പം പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടുണ്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ ഇഷ്ടം പോലെ ചുരിദാർ സെറ്റുകളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സിന് ചുരിദാർ സെറ്റാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് അളവാണോ ആ സൈസുകാർക്ക് കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ അടിച്ചാണ് വന്നിരിക്കുന്നത്. നൈതി ബ്രാൻഡിലോട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ചെസ്റ്റിലെ വർക്ക് കണ്ടോ, അടിപൊളിയാണ് കാണാൻ. നല്ലൊരു മിറർ വർക്കും ഈ ഒരു കാന്ത സ്റ്റിച്ചും പോകുന്നുണ്ട്. പിന്നെ സ്ലീവിന്റെ എൻഡിലായിട്ടും ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. ബോഡി ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. സെയിം തന്നെയാണ് ബോട്ടം വരിക. ബോട്ടം ചെറിയൊരു പലാസയോട് കൂടിയിട്ട് പലാസ ടൈപ്പിലാണ് ബോട്ടം വരിക. അതുപോലെ തന്നെ 1 സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഷേപ്പാണ് കേട്ടോ. നമുക്ക് ആൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഷോളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതാ നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോള് വരിക. നമ്മുടെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ആ ഒരു മെറ്റീരിയലാണ് ഷോള് വരിക. ചെസ്റ്റിലെ വർക്കിന്റെ കളറിലേക്കാണ് ഈ ഒരു ഷോള് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരും കണ്ടോ. ഇതിന്റെ നെക്കാണെങ്കിലും ഇവരുടെ ഈ ബ്രാൻഡിന്റെ പ്രത്യേകതയാണ്. സാധാരണ നമുക്ക് റെഡി ടു വെയർ എടുത്തു കഴിയുമ്പോൾ നെക്ക് നല്ല കയറി ആയിരിക്കും ഇരിക്കുക. പക്ഷെ ഇത് നല്ല ഡീപ്പായിട്ടും വൈഡായിട്ടും ഒക്കെ നല്ല നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിക്ത് ഒക്കെ കൊടുത്തിട്ടാണ് നെക്ക് വരിക കേട്ടോ. അതുപോലെ തന്നെ 47-48 ഇഞ്ചാണ് ഈ ചുരിദാറിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം എന്താ ഇങ്ങനെ 1 സൈഡ് പോക്കറ്റ് വന്നിട്ട് ഇത് കണ്ടോ, 1 സൈഡ് ഇങ്ങനെ പോക്കറ്റ് വരും. അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് വലിച്ചു കെട്ടാൻ ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ്. ഇത് കണ്ടോ, ചെറിയൊരു പലാസ ടൈപ്പിലാണ് വരിക. 1495 റേറ്റ് വരുന്നത്. പിന്നെ ആരും മറക്കണ്ട, നമ്മുടെ ഗീവ് അവേയുടെ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ, ബ്ലാക്ക് ലവേഴ്സിന് പറ്റുന്ന കളക്ഷനാണ്. ഇത് ചുരിദാർ സെറ്റ് സ്റ്റിച്ചഡാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം എൻ്റെ സൈസ് വരുന്നത് XL ആണ് കേട്ടോ. ഞാനിപ്പോൾ ദാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ എടുത്തിട്ടേക്കുന്നതാണ്. ഒന്നും സ്ലീവ് പോലും നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ ആണ് വരിക. ചെസ്റ്റില് ആ ഒരു ഫ്ലവറിന്റെ കളറിലാണ് കേട്ടോ ആ ഒരു മിറർ വർക്ക് കൊടുത്തിരിക്കുന്നത്. കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു കാന്ത സ്റ്റിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ. ചെറിയൊരു പലാസ ടൈപ്പിൽ തന്നെയാണ് ബോട്ടം വരിക. എല്ലാത്തിന്റെയും ബോട്ടം അങ്ങനെ തന്നെ വരും. 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഇതേ ലൈനിങ് വെച്ച് തയ്ച്ചാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട കണ്ടോ. ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറി ആയിരുന്നു. നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പൊ ഒത്തിരി പേരത് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റീസ്റ്റോക്കിന് നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ ബ്ലാക്ക് ആണ്, സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വരും. ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ആ ഒരു ഡിസൈൻ തന്നെയാണ് വരിക. നമ്മുടെ പിങ്ക് ബ്ലോസത്തിന്റെ ആ ഒരു ഡിസൈൻ ആണ്. പക്ഷെ ഇച്ചിരി വലിയ ഫ്ലവറും വലിയ ലീഫും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 1495 റേറ്റ് വരിക. ബോട്ടം ആ ഒരു പലാസ ടൈപ്പില്, ബാക്കിൽ ഇതാ ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് ആണ് വരിക. 1495. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. സൂപ്പറാണ് കാണാനായിട്ട്. എല്ലാം നല്ല അടിപൊളിയാട്ടോ. എനിക്ക് ഓരോന്നും ഇഷ്ടപ്പെടുമ്പോൾ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൽ ചെസ്റ്റിലെ വർക്ക് വരിക കേട്ടോ. ഈ ഒരു ഡിസൈൻ വരും. നല്ലൊരു കലങ്കാരി പ്രിന്റ് പോലത്തെ ആ ഒരു ബാറ്റിക് പ്രിന്റ് പോലത്തെ പ്രിന്റ് പാച്ച് വർക്ക് ചെയ്തേക്കുന്നതാണ്. അതിനകത്തൊരു മിറർ വർക്ക് വരുന്നുണ്ട്. നെക്ക് കണ്ടോ, നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക്. എന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം കളറില് ബോട്ടം വരിക. സെയിം ആ ഒരു ചെറിയ പലാസ ടൈപ്പിൽ വരും. എന്നിട്ട് പോക്കറ്റ് വന്നിട്ടുണ്ട്. 1 സൈഡ് ഈ ഒരു 2 സൈഡ് കണ്ടോ, ഇങ്ങനെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ആ ഒരു സോഫ്റ്റ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക. ദുപ്പട്ട നോക്കിക്കേ, എന്ത് സോഫ്റ്റ് ആണെന്നറിയോ, അത്രയ്ക്ക് സോഫ്റ്റിലാണ് ദുപ്പട്ട വരിക കേട്ടോ. ഞാനിത് അടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിനകത്തെ ഡിസൈൻ വരുന്നത്. അതിനകത്തോടി മിറർ വർക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് കണ്ടോ, നല്ല ഷേപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ബോട്ടം ഇപ്പം ഞാൻ കാണിച്ച സെയിം ബോട്ടം തന്നെയാണ്. ഇത് കണ്ടോ, 1 സൈഡ് പോക്കറ്റ്, ബാക്കിൽ ഇലാസ്റ്റിക് വള്ളി. അതുകൊണ്ട് തന്നെ ചെറിയൊരു പലാസ ടൈപ്പിലാണ് വരുന്നത്. 1495 റേറ്റ് വരിക. ഇതിന്റെ ഒരു കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, നല്ലൊരു ചെറുപയർ പച്ചര ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ച യെല്ലോയുടെ കളറിന്റെ ചേഞ്ച് ആണ് വരിക.
ചെസ്റ്റിൽ സെയിം തന്നെ വർക്കാണ് വരുന്നത്. നല്ലൊരു ബാറ്റിക് പ്രിന്റ് വന്നിട്ട് ഇതിനകത്തോട്ട് മിറർ വർക്കും ആ വൈഡ് ആയിട്ടുള്ള ഒരു നെക്കും പിന്നെ ഇവിടെ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ സൈഡിൽ കൂടി ആ ഒരു ത്രെഡ് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇത് കണ്ടോ, രണ്ട് സൈഡും ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട്. പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റുമായിട്ട്, അല്ല പാൻറ് വൺ സൈഡ് പോക്കറ്റുമായിട്ട് നല്ലൊരു പലാസ ടൈപ്പിലാണ് വരിക കേട്ടോ. ദേ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ. ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ദുപ്പട്ട നോക്കിക്കേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആ ഒരു ജയ്പൂർ കോട്ടണിലാണ് വരിക. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും അടിപൊളിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. ബോട്ടം എന്താ ഇത് വരും. ഇപ്പൊ ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് 1495 ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തൊട്ടിട്ട് XXL വരെ. നെക്സ്റ്റ് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുവാണ് കേട്ടോ. ഇൻസ്റ്റയിൽ നിന്ന് ഒരാളും ഫേസ്ബുക്കിൽ നിന്ന് ഒരാളും യൂട്യൂബിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 3 പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓരോരുത്തരാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാം ചെയ്തവരിൽ നമ്മൾ ഓരോരുത്തരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ബിന്ദു സജി എന്നാണ് കേട്ടോ. ബിന്ദു സജി. ഫേസ്ബുക്കിൽ നിന്ന് വരിക ഭഗവത് റാം എന്നാണ് കേട്ടോ പേര് വന്നിരിക്കുന്നത്. അതുപോലെ യൂട്യൂബിൽ നിന്ന് വന്നിരിക്കുന്നത് ശ്രീജ PK എന്നാണ്. അപ്പൊ ഇത്രയും പേര് നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയുടെയും റീൽസിന്റെ ഒക്കെ താഴെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഇവരുടെ നമ്പർ കൃത്യമായിട്ട് നമ്പരും അതുപോലെ തന്നെ ഫുൾ അഡ്രസ്സും കൃത്യമായിട്ട് അയച്ചു തന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. 3 പേർക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഡ്രസ്സ് കിട്ടി ഇവിടെ ഒന്ന് അഡ്രസ്സ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം വക ഗിഫ്റ്റ് ഓണക്കോടി ഞങ്ങളുടെ വക, മേഘ ഫാഷന്റെ വകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പൊ കിട്ടാത്തവരാരും നിരാശപ്പെടണ്ട കേട്ടോ. ഇനിയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ഓണക്കോടി നിങ്ങളുടെയും വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.